രാജസ്ഥാനിലെ ഞങ്ങളുടെ യാത്ര ഒരു നീണ്ട ഡെസേർട്ട് സഫാരി നടത്തിയിരുന്നു. അതിൻ്റെ മുഴുവനായുള്ള കാഴ്ചകൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ജീപ്പ് സഫാരിയുടെ കാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റുകളാണിത്. ടെൻറ്റുകളിൽ നിന്നും വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ 4 ജീപ്പുകളിലായിട്ട് മരുഭൂമിയിലേക്ക് പോയി ഡെസേർട്ട് സഫാരിക്ക്. ഈ ജീപ്പിൽ ഒരു ജീപ്പിൽ 7 പേര് 8 പേരെ വീതമാണ് അവർ കൊണ്ടുപോകുന്നത്. വളരെ ബുദ്ധിമുട്ടിയിരിക്കണം. ഭയങ്കര സ്പീഡിലാണ് ജീപ്പ് ഓടിക്കുന്നതും. കുണ്ടും കുഴിയും കട്ടറും എല്ലാം നിറഞ്ഞ റോഡിൽ ഒരു മര്യാദയില്ലാതെ ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. പൊടിയൊക്കെ അടിക്കാന്ന് കരുതി മാസ്ക് ഒക്കെ വെച്ചിട്ടാ പോകുന്നത്. അല്ല, മുമ്പിലൊരു വണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീപ്പ് സഫാരി കാല് തിരിച്ചു വെക്കാം. ടാറിട്ട മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ഒരു പോക്കറ്റ് റോഡിലേക്ക് നമ്മളിവിടെ തിരിയുകയാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടെ പോയി. റോഡൊക്കെ വളരെ മോശമാണ്. അവിടെ നിന്നും മര്യാദയ്ക്കല്ല ഇവർ വണ്ടി ഓടിക്കുന്നത്. കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റോഡും കടന്ന് പിന്നീട് വെറും മൺ റോഡിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ മരുഭൂമിയിലേക്ക് കിടക്കുക. ഇവിടം തൊട്ടതാ ഇനി മൺ റോഡെന്ന് പറയാനില്ല, ജീപ്പുകൾ ഓടിയുണ്ടായ വഴി അതിലേ പോവാണ്, കുണ്ടും കുഴിയുമുള്ള വഴിയിൽ കൂടെ. ഇനി വരുന്നത് ഒരു വലിയ തിട്ടയും വലിയൊരു കുഴിയുമാണ്. അതൊക്കെ അവർ വെറുതെ അങ്ങ് ഓടിച്ചിറക്കുകയാണ് ഈ ജീപ്പ് ഡ്രൈവർമാർ. ഒരുമാതിരി റോളർ കോസ്റ്റർ ഇരുന്ന് താഴോട്ട് പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതാണ് നമുക്കപ്പോൾ തോന്നുന്നത്. നിങ്ങൾ ആ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പുറകിലത്തെ ആ കാഴ്ച കണ്ടാൽ മനസ്സിലാവും ആ തിട്ടയുടെ വലിപ്പം.
മുമ്പ് കഴിഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ തിട്ടയാണ്. ഇവിടേക്ക് ചാടുന്നുണ്ടോ, ഇത്രയും വലിയ കുഴിയിലേക്ക് തോന്ന് താഴോട്ട് ഇറക്ക് കാണുക. ജീപ്പിനൊന്നും പറ്റുകയല്ലേ. ഈ തിട്ടയൊക്കെ ചുമ്മാ ഇറങ്ങി പോരുക. റോളർ കോസ്റ്ററിന് താഴോട്ട് പോകുന്ന ഒരു അനുഭൂതിയാണ്. നമ്മുടെ ഉള്ളിൽ കൂടി ഒരു ആന്തൽ വരും. അപ്പോൾ ഇത് രാജസ്ഥാൻ ജയ്സാൽമീറിലെ ഡെസേർട്ട് സഫാരി. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ജയ്സാൽമീറിലെ പാകിസ്ഥാൻ ബോർഡറിനടുത്തുള്ള മരുഭൂമിയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലും മരുഭൂമി. ഇവിടെ കുറേ ഇവിടെ ജീപ്പ് സഫാരി, ഓരോ റൈഡുകളെ, പാരാഗ്ലൈഡിങ്, മറ്റേ സ്പോർട്ട് ജീപ്പ്, പല പരിപാടികളുണ്ട്. പിന്നെ ഒട്ടക സവാരി. അങ്ങനെ ചില മണിക്കൂറുകളിലെ തികച്ചും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജീപ്പ് സഫാരി മറ്റ് ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റുകളിലേക്ക് മടങ്ങിയാണ്. ഈ യാത്ര വളരെ അവിസ്മരണീയമായ ഒരു യാത്രയാണ്. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു യാത്ര. എന്തായാലും വളരെ നല്ല യാത്രയായിരുന്നു. ഇത്രയും നേരം വായിച്ചത് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. നന്ദി.